നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 94. ഡെലിവറി അഡ്രസ്സ് നോക്കി ജയ് വലിയൊരു വീടിൻ്റെ മുന്നിലെത്തി. ഇത് തന്നെയായിരിക്കുമോ? അഡ്രസ്സ് വെച്ച് നോക്കുമ്പോൾ ഇതാണ് വീട്. അവൻ ചുറ്റുമൊന്ന് നോക്കി. വീടിന് മീനുവിൻ്റെ വീടുമായി നല്ല സാദൃശ്യമുണ്ടെന്ന് ജയ്ക്ക് തോന്നി. അതിനേക്കാളും ഒരല്പം വലുതാണോ ചെറുതാണോ എന്നൊരു സംശയം മാത്രം. എന്നാലും ആരുടെ ആയിരിക്കും? എന്തായാലും അവൻ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി. വീട്ടുമുറ്റത്ത് കാത്തുനിന്ന പെൺകുട്ടിയെ കണ്ട് ജയ്യൊന്ന് നെട്ടി. കാവ്യ, നീ? ഇത് നിന്റെ വീടായിരുന്നോ? അതെ, എൻ്റെ വീടായിരുന്നു. എന്നപ്പം എന്നൊക്കെ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? ഇത്രയും ദൂരത്തേക്ക് ആരായി ഡെലിവറി എന്ന് ആലോചിച്ചാ ഞാൻ കൊണ്ടുവന്ന തന്നെ. നമ്മൾ തമ്മിലുള്ള മീറ്റപ്പ് നടക്കില്ലെന്ന് തോന്നി. അപ്പോൾ പിന്നെ ഈ ഒരു വഴിയെ കണ്ടുള്ളൂ. അന്ന് ചില കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കിയില്ലേ എന്നെ? അയ്യോ, അത് ഞാൻ പറഞ്ഞല്ലോ, അന്നങ്ങനെ സംഭവിച്ചു പോയതാ. അതൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോൾ അത് കഴിഞ്ഞു. വാ, അകത്തേക്ക് വാ. അയ്യോ വേണ്ട, ഞാൻ കയറുന്നില്ല. ഇതാ സാധനങ്ങൾ ആവശ്യമുള്ളത് കൊണ്ട് ഓർഡർ ചെയ്തതല്ല. പിന്നെ ഈ ഡെലിവറി ബോയിയെ എൻ്റെ മുന്നിൽ എത്തിക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു പണിയാണിത്. അയ്യോ എന്താ കാവ്യ, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ അതിന്? എനിക്കൊന്ന് സംസാരിക്കണം തോന്നി, അതുകൊണ്ട്. അല്ല, എന്ത് സംസാരിക്കാൻ? അതൊക്കെയുണ്ട്. വാ, കയറിയിരിക്കും. ഞാൻ ഏട്ടാന്ന് വിളിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ജയോടായി കാവ്യ ചോദിച്ചു. അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കെന്താ പ്രശ്നം? എന്നാ ഏട്ടൻ കയറിയിരിക്കും. വാ, ഞാനേ ജ്യൂസ് എടുത്തിട്ട് വരാം. അയ്യോ കാവ്യ, പറഞ്ഞല്ലോ, എനിക്ക് വേണ്ട. ഞാനെന്തായാലും തിരിച്ചു പോവാണ്. തിരിച്ചെത്തണ്ടേ? ഇത്രയും ദൂരം വീണ്ടും ഡ്രൈവ് ചെയ്യണ്ടേ? അതുകൊണ്ടാ. എൻ്റെ ഏട്ടൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു ജ്യൂസ് പോലും കുടിക്കാതെ പറഞ്ഞയച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ എന്നെ വഴക്ക് പറയില്ലേ? അച്ഛനോട് പറയാൻ നിൽക്കണ്ട. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. വാ, കയറിയിരിക്കും. അല്ല, തനിക്ക് എന്താ എന്നോട് സംസാരിക്കാനുള്ളേ? അതൊക്കെ ഉണ്ട്, വാ. ആദ്യം കയറിയിട്ട് ഒരു ജ്യൂസ് കുടിക്കാം, അത് കഴിഞ്ഞ് സംസാരിക്കാം. അല്ല, വേണ്ടാത്തോണ്ടാ ഞാൻ കയറുന്നില്ല. അമ്മയൊക്കെ ഉണ്ടല്ലോ? ജയ് കാവ്യയുടെ അമ്മയുടെ സ്വഭാവം ഓർത്തത് കൊണ്ട് ചോദിച്ചു. ഇല്ല, ആരുമില്ല. അതെന്താ? എല്ലാവരും ഓരോരോ ആവശ്യമായിട്ട് പോയിരിക്കുക. അതുകൊണ്ട് ഇവിടെ ഇപ്പം ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. വാ, കയറ്. എന്നാലും വേണ്ട കാവ്യ. എൻ്റെ ഏട്ടാ, എന്താ ഇത്? ഏട്ടനിത് സ്വന്തം വീട് തന്നെയല്ലേ, പിന്നെന്താ പ്രശ്നം? വാ. ഒരുപാടൊന്നും ആലോചിക്കാതെ ഒന്ന് കയറിയിരുന്നേ, ഞാൻ ജ്യൂസ് എടുത്തിട്ട് വരാം. അവൾ നിർബന്ധിച്ച് ജയ്യെ വീട്ടിൽ കയറ്റി. ജ്യൂസ് എടുക്കാൻ വേണ്ടി അവൾ അടുക്കളയിലേക്ക് പോയി. വീടിൻ്റെ ഉള്ളിൽ ജയ് ഒന്ന് കയറി നോക്കി. വീട്ടിന് ഉള്ളിൽ കയറിയ ജയ് ചുറ്റുമൊന്ന് നോക്കി. വീടിൻ്റെ ഭംഗി ആസ്വദിച്ച് അറിയാതെ അങ്ങ് നിന്നുപോയി എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് ആഡംബരമായിരുന്നു വീടിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. മീനുവിൻ്റെ വീടിനേക്കാളും ആഡംബരം ആ വീടിനുണ്ടെന്ന് ജയ്ക്ക് തോന്നി. വീടിൻ്റെ ഭംഗി ആസ്വദിച്ച് ഓരോ കാര്യങ്ങളും കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന ജയ്യെ തേടി കാവ്യ ജ്യൂസുമായി എത്തി. ദാ ഏട്ടൻ കുടിക്ക്. ജ്യൂസ് ഗ്ലാസ് ജയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് കാവ്യ പറഞ്ഞു. ഓക്കെ, താങ്ക് യു. വലിയ വീടാണ്,
അല്ലേ? ഇതൊക്കെ കാണാൻ എന്ത് ഭംഗിയാ! ആരായൊന്നും നോക്കി നിന്നു പോവും. ജി കാവ്യയോടായി പറഞ്ഞു. ഉം, അച്ഛൻ എവിടെ പോയി വരുമ്പോഴും എന്തെങ്കിലും കൊണ്ടുവരും. അതാണ് അച്ഛൻ്റെ രീതി. ഓ, അങ്ങനെ. അല്ല, തനിക്ക് എന്താ എന്നോട് പറയാനുള്ളത്? ആം, കുറച്ച് സീരിയസ് ആയ ഒരു കാര്യമാണ് എനിക്ക് ഏട്ടനോട് പറയാനുണ്ടായിരുന്നത്. സീരിയസ് ആയ കാര്യമോ? അതെന്താ? ആം, അത് ഞാൻ എങ്ങനെ പറയണം എന്നാ എൻ്റെ ആദ്യത്തെ സംശയം. ഹ, താനെന്തിനാ ഇത്രയ്ക്ക് മുഖവരൊക്കെ കാണിക്കുന്നേ? കാര്യം പറ. അല്ല, എൻ്റെ ജീവിതത്തിലെ ആം, എനിക്ക് ഒരു ഏട്ടനില്ലാത്തതിൻ്റെ കുറവ് എപ്പോഴും അനുഭവിച്ചാ ഞാൻ വളർന്നത്. കാരണം ഞാനായിരുന്നല്ലോ മൂത്ത കുട്ടി. അപ്പോൾ നമുക്ക് തോന്നുമല്ലോ, നമുക്ക് ഒന്ന് ചേർത്ത് പിടിക്കാൻ പല സന്ദർഭത്തിലും ഒരേട്ടനുണ്ടാവണമെന്ന്. അതുകൊണ്ട് തന്നെ അച്ഛൻ ഏട്ടനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരാളില്ലാത്തതിൻ്റെ ഒരു കുറവ് ഞാൻ ശരിക്കും അനുഭവിച്ചൊരു വ്യക്തിയാണ്. എനിക്ക് ഞാൻ ഏട്ടനെ എൻ്റെ സ്വന്തം ഏട്ടനായിട്ട് തന്നെയാണ് കാണുന്നത്. ഏട്ടൻ എന്നെയും അങ്ങനെ തന്നെയല്ലേ കാണുന്നത്? അതെന്താ അങ്ങനെയൊരു സംശയം? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പെട്ടെന്നൊരു ദിവസം എൻ്റെ ജീവിതത്തിലേക്ക് ഒരു കുടുംബം വന്നു. 3 പെങ്ങന്മാർ. അത് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ. എങ്കിലും കാവ്യയെ ഞാൻ ശരിക്കും എൻ്റെ സഹോദരിയായി കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതിലൊരു സംശയം വേണ്ട. ആം, എനിക്ക് വേണ്ടത് വെറുമൊരു ഏട്ടനെയല്ല, പിന്നെ ഒരു സുഹൃത്ത് കൂടി ആയിരിക്കണം അയാളെൻ്റെ. എന്ന് വച്ചാൽ എനിക്കെന്തും തുറന്നു പറയാൻ ധൈര്യം തോന്നുന്ന ഒരു സുഹൃത്ത്. കാരണം നമുക്ക് അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും ഒക്കെ എല്ലാം അങ്ങ് വെട്ടി തുറന്ന് പറയാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു സുഹൃത്ത് കൂടി ആവണം എൻ്റെ ഏട്ടൻ എന്നെനിക്കൊരു നിർബന്ധമുണ്ട്. ഏട്ടന് അങ്ങനെ ആവാൻ പറ്റുമോ? കാവ്യ ജയെ ഒന്ന് നോക്കി. തീർച്ചയായിട്ടും തനിക്ക് എന്തും തുറന്നു പറയാൻ എൻ്റെ മുന്നിൽ യാതൊരു പ്രശ്നവുമില്ല. അതൊന്നും ഒരു വിഷയമേ അല്ല. തനിക്ക് അച്ഛനോടോ അമ്മയോടോ ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങളും എന്നോട് പറയാം. ആം, പിന്നെ അച്ഛൻ്റെ മനസ്സിൽ ഇത്രയും സ്വാധീനം ഏട്ടനുണ്ടാക്കിയ സ്ഥിതിക്ക് ഏട്ടൻ പറയുന്ന കാര്യങ്ങൾ അച്ഛൻ കേൾക്കുമെന്ന് എനിക്കറിയാം. അതെന്താ അങ്ങനെ ഒരു പറച്ചിൽ? കാവ്യ പറയുന്ന കാര്യങ്ങൾ അച്ഛൻ കേൾക്കാറില്ലേ? കാവ്യയുടെ മറുപടിക്ക് ജി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാറുണ്ട്, കേൾക്കാറില്ലാത്തൊന്നുമില്ല. അച്ഛന് ഭയങ്കര കാര്യമാണ്. എന്നാലും അച്ഛനോടും നമുക്ക് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പേടി കൊണ്ട് നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അതെന്താ അങ്ങനെ ഒരു കാര്യം? അല്ല, മനുഷ്യന്മാരല്ലേ, അപ്പം നമുക്ക് എല്ലാവരോടും എല്ലാം തുറന്നു പറയാനൊന്നും പറ്റില്ലല്ലോ. അതാ ഞാൻ. ശരി, കാവ്യ പറ. അച്ഛനോട് തുറന്നു പറയാൻ പറ്റാത്ത എന്നോട് താൻ പറയണം എന്നാഗ്രഹിക്കുന്ന കാര്യം എന്താ? അയ്യോ, അങ്ങനെ ഒരു കാര്യമുള്ളത് കൊണ്ടൊന്നും അല്ല. ഞാൻ ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യമാണ് പറഞ്ഞത്. അതായത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ
എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു സഹോദരനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഇങ്ങനെ ഒരു കാര്യം അങ്ങനെയൊന്നുമല്ല. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി. അങ്ങനെ എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു സഹോദരനായിട്ട് ഞാനുണ്ടാവും. പോരെ? ആ, താങ്ക് യു. ആ, ജ്യൂസ് കുടിച്ചില്ലല്ലോ. ജ്യൂസ് കുടിക്ക്. ആ, ഓക്കെ. ജയ് പതുക്കെ ജ്യൂസ് കുടിച്ചു. ആ വീടിൻ്റെ ആഡംബരങ്ങളിലേക്ക് വീണ്ടും അവൻ കണ്ണോടിച്ചു. ആ, എന്നാ ശരി കാവ്യ, ഞാൻ ഇറങ്ങട്ടെ. ആം, അല്ല, ഇപ്പം തന്നെ പോകണമെന്നുണ്ടോ? പിന്നെന്ത് ചെയ്യാനാ? അല്ല, നമുക്ക് കുറച്ച് സംസാരിക്കായിരുന്നു. ആം, ഇപ്പോൾ ജോലിക്കിടയിലല്ലേ കാവ്യ, തിരിച്ച് അത്രയും ഡ്രൈവ് ചെയ്യാനുണ്ട്. ആം, നമുക്ക് പിന്നെ സംസാരിച്ചാൽ പോരെ? തനിക്ക് പ്രത്യേകിച്ച് വല്ലതും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ആം, അങ്ങനെയൊന്നുമില്ല. ആം, എനിക്ക് ഒരുപാട് പറയണമെന്നുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അതിനെന്താ കാവ്യ, തനിക്കെന്നെപ്പോട് എപ്പോൾ വേണമെങ്കിലും പറയാലോ. ആ, ഇപ്പം എന്തായാലും ഞാൻ ഇറങ്ങാണ്. അപ്പോഴേക്കും വീടിന് മുന്നിൽ ഒരു കാറിൻ്റെ ശബ്ദം കേട്ടു. ആം, അതാരാ വന്നേ? ജയ് ചോദിച്ചു. ആം, അറിയില്ല, ഞാൻ നോക്കിയിട്ട് വരാം. കാവ്യയുടെ മുഖം പെട്ടെന്ന് മാറി. ആം, എന്തു പറ്റി? ഒരു ഭയം പോലെ. ഏയ്, ഒന്നുമില്ല. ആം, ഞാൻ നോക്കിയിട്ട് വരാം. അപ്പോഴേക്കും കാറിൽ വന്ന ആൾ വീടിന് അകത്തേക്ക് കയറി. ദിവ്യ. ദിവ്യയെ കണ്ടയുടൻ കാവ്യ ഒന്ന് നെട്ടി. ആ, നീയോ? നീ കോളേജിൽ പോയിട്ടെന്താ പെട്ടെന്ന് വന്നേ? അതെന്താ, കോളേജിൽ പോയിട്ട് പെട്ടെന്ന് വരാൻ പാടില്ലേ? ദിവ്യ കാവ്യയോടായി ചോദിച്ചു. എന്തോ പറ്റി ചേച്ചിക്ക്? എന്താ ഒരു പരുങ്ങൽ? ഏയ്, പരുങ്ങലൊന്നുമില്ല. പിന്നെ? അപ്പോഴേക്കും വന്നതാരാണെന്ന് നോക്കാൻ ജയ്യുമെത്തി. നീയോ? നീ എന്താ ഇവിടെ? ജയെ കണ്ടതോടുകൂടി ദിവ്യ പൊട്ടിത്തെറിച്ചു. അം, ഓ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ? കാവ്യയെ നോക്കി ദിവ്യ ചോദിച്ചു. നിന്റെ മുഖത്തുള്ള പരങ്ങലിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ആ, ദിവ്യ, നീ ഇവനുമായി ഒരു ബന്ധം ഉണ്ടാവരുതെന്ന് നിന്നോട് പറഞ്ഞതല്ലേ ഞങ്ങൾ അന്ന് തന്നെ? എന്നിട്ട് അതുപോലും വകവയ്ക്കാതെ. ആ, ദിവ്യ, ജയ് ഇപ്പം വന്നതേ ഉള്ളൂ. ജയ് ഏട്ടനല്ലേ? വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി ഇവനെ വിളിച്ചു കയറ്റിയല്ലേ നീ? ഛേ, നിന്നെക്കുറിച്ച് ഞങ്ങളാരും ഇങ്ങനെയൊന്നും കരുതിയില്ല. കാവ്യയുടെ മുഖം നോക്കി ദിവ്യ ചോദിച്ചു. ദിവ്യ, നീ എന്തൊക്കെയായി പറയുന്നേ? അനാവശ്യം പറയരുത്. ഏട്ടൻ അങ്ങനെ വന്നതൊന്നുമല്ല. ഏട്ടനോ? ഏതേട്ടൻ? ഇവൻ നിനക്കെങ്ങനെയാ ഏട്ടനായത്? ദേ ദിവ്യ, നീ വെറുതെ കാര്യം അറിയാതെ സംസാരിക്കല്ലേ. നിന്റെ ഈ മുഖത്തിലെ ഭയം, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കുന്നത്. ഞാൻ ഇത്രയും പെട്ടെന്ന് ഇവിടെ വരുമെന്ന് കരുതിയില്ല. അവിടെ നിന്റെ കണക്കുകൂട്ടൽ തെറ്റി, അതല്ലേ സത്യം? ദിവ്യ, പ്ലീസ്. നീ എന്തായാലും പുളിക്കൊമ്പ് തന്നെ പിടിക്കുമെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. ഇവളുടെ കാര്യത്തിൽ മാത്രമേ ഞങ്ങൾക്ക് ആ ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. അതെന്തായാലും നടന്നു. അത്ര പെട്ടെന്ന് വളച്ചു ഇവളെ അല്ലേ? ജയുടെ മുഖം നോക്കി ദിവ്യ ചോദിച്ചു. അതെ, കാര്യം അറിയാതെ എന്തൊക്കെയോ വിളിച്ചു പറയല്ലേ. ഞാൻ ഡെലിവറി ആയിട്ട് വന്നതാ, അത്രയേ ഉള്ളൂ. ഓ, അപ്പോൾ നീ ഡെലിവറി ബോയ് ആണോ? എന്നിട്ട് എന്നിട്ടാണോടാ എൻ്റെ വീട്ടിൽ കയറിയത് നീ? എന്ത് യോഗ്യതയുണ്ടടാ ഒരു ഡെലിവറി ബോയ്ക്ക് എൻ്റെ വീട്ടിൽ കയറാൻ? അത് കാവ്യ നിർബന്ധിച്ചുകൊണ്ടാണ് വീട്ടിൽ കയറിയത്. അതെ,
ഇവളുടെ മനസ്സിലിപ്പോൾ വേറെ അല്ല. വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി നിന്നെ ഡെലിവറിക്കായിട്ട് ഇവള് വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്താന്ന് മനസ്സിലാക്കാനുള്ള ബോധം എനിക്കില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? ദിവ്യ, പ്ലീസ് അനാവശ്യം പറയരുത്. അനാവശ്യം? എന്തനാവശ്യം? നിന്നെ അന്നേ ഞങ്ങൾക്ക് മനസ്സിലായതാ. എങ്ങനെയോ എൻ്റെ അച്ഛൻ്റെ മനസ്സിൽ ഇടം തേടിപ്പോയി. അതാ നീ കാണിച്ച ഏറ്റവും വലിയ മിടുക്ക്. വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി ഇവനെ വീട്ടിൽ വിളിച്ചു വരുത്തിയത് എന്തുദ്ദേശത്തിലാ? ഇവൻ നിന്നെ വളച്ചു, അതല്ലേ സത്യം? എന്നിട്ട് ഏട്ടൻ എന്നുള്ള പേര്, നാണമില്ലേ നിനക്ക്? നീ ഇത്രയ്ക്ക് അധംപതിപ്പിച്ചു പോകുന്നു ഞങ്ങൾ കരുതിയത് പോലുമില്ല. നിന്റെ കാര്യത്തിൽ മാത്രമേ ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നുള്ളൂ. അതെന്തായാലും സംഭവിച്ചു. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഇവനെ വിളിച്ചു കയറ്റിയതിൻ്റെ കാരണം കൂടി നീ പറ. കാവ്യയുടെ മുഖം നോക്കി ദിവ്യ ചോദിച്ചു. ഇവൻ നിന്നെ വളച്ചു അല്ലേ? അതല്ലേ സത്യം? ദിവ്യ, നീ ഇങ്ങനെ അനാവശ്യം പറയരുത്. അനാവശ്യമല്ല, നിങ്ങൾ തമ്മിൽ സംഭവിച്ചതാണ് ഞാൻ പറഞ്ഞത്. ദേ, ഇവളോടല്ല എനിക്ക് പറയാനുള്ളത്, നിന്നോടാ. ഈ നിമിഷം ഈ വീടിൻ്റെ പടി നീ ഇറങ്ങിക്കൊള്ളണം. മേലിൽ ഈ വീടിൻ്റെ പടി നീ ചവിട്ടരുത്. പിന്നെ നീ ഇവളെ വളച്ചിട്ടുണ്ടെങ്കിൽ ആ മോഹം ഇന്നത്തോടെ നീ അവസാനിപ്പിച്ചേക്കണം. നിന്നെപ്പോലൊരുത്തം വിചാരിച്ച വളയാവുന്നതേ ഉള്ളൂ ഇവളെന്ന് എനിക്കറിയാം. പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണ് നിനക്ക് കിട്ടത്തില്ല. അത് കിട്ടുമെന്ന് നീ ആഗ്രഹിക്കുകയും വേണ്ട. ഇതെന്തായാലും അച്ഛനോട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തോളാം. അതോടെ അച്ഛൻ്റെ മനസ്സിൽ നീ ഉണ്ടാക്കിയ സ്ഥാനമുണ്ടല്ലോ, അത് അച്ഛനായിട്ട് തന്നെ എടുത്തു കളഞ്ഞേക്കും. പോരെ? അതിന് ജയ് ദിവ്യയെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു, മറുത്തൊന്നും പറഞ്ഞില്ല. രണ്ടുപേരും മൗനമായിട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ശരിയാണ് എന്നതിന് ഉത്തരമായല്ലോ അല്ലേ? കാവ്യ, ഞാൻ ഇറങ്ങണം. അതുമാത്രം പറഞ്ഞ് ജയ് അവിടെ നിന്നിറങ്ങി. ദേ, ഒരു മിനിറ്റ്, ദിവ്യ പുറകിൽ നിന്ന് വിളിച്ചു. ദിവ്യ, പ്ലീസ് നീ ഒന്ന് നിർത്ത്, ഇങ്ങനെ അനാവശ്യം പറയല്ലേ. ദിവ്യയെ കയ്യിൽ പിടിച്ചുകൊണ്ട് കാവ്യ കെഞ്ചി. ഏട്ടൻ പൊയ്ക്കോട്ടെ പ്ലീസ്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെന്നോടാവാം. നീ കരുതുന്ന പോലെ ഒന്നുമില്ല. നീ വെറുതെ തെറ്റിദ്ധരിക്കുന്നതാ ഇതൊക്കെ. ഞാൻ വിളിച്ചപ്പോൾ ഏട്ടൻ വന്നേ ഉള്ളൂ, അല്ലാതെ ഞങ്ങൾ തമ്മിൽ നീ വിചാരിക്കുന്ന പോലൊരു അരുതാത്ത ബന്ധമൊന്നുമില്ല. നീ വെറുതെ തെറ്റിദ്ധരിക്കില്ലേ. ദിവ്യയുടെ കൈ പിടിച്ചുകൊണ്ട് വീണ്ടും കാവ്യ കെഞ്ചി. മോളെ, നീ ലോകം എൻ്റെ അത്ര കണ്ടിട്ടില്ല, അതുകൊണ്ട് നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഞാനെന്തായാലും ഇക്കാര്യം അച്ഛനോട് പറയും, ബാക്കി അച്ഛൻ തീരുമാനിക്കട്ടെ. എനിക്ക് ബാക്കി പറയാനുള്ളത് ഇവനോടാ, നിന്നോട് ഞാൻ പിന്നെ സംസാരിക്കാം. ദിവ്യ ജയുടെ അടുത്തേക്ക് നടന്നു. പറഞ്ഞത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതല്ല, പറഞ്ഞാലും പ്രശ്നമില്ല, എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും എന്ന വല്ല ചിന്തയും ഉണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കൈകൊണ്ട് തന്നെയായിരിക്കും നിന്റെ മരണവും. ജയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ദിവ്യ പറഞ്ഞു. അതിനും ജയ് മറുപടിയൊന്നും പറഞ്ഞില്ല. ഇവളെ മറന്നേക്ക്. ഈ വീട്ടിൽ നിന്ന് നീ വിചാരിക്കുന്ന പോലൊരു ബന്ധം നിനക്കുണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നിന്നെപ്പോലുള്ള ലോ ക്ലാസ്സിന് ഈ ഒരു ചിന്തയേ ഉള്ളൂ, പണക്കാരി പെൺപിള്ളേരെ നോക്കി വളയ്ക്കുക.
എന്നിട്ട് അവളുടെ സമ്പത്ത് കൊണ്ട് ജീവിക്കുക. എടാ, അധ്വാനിച്ച് ജീവിക്കാൻ പഠിക്കടാ, അതിന് ഒരു അന്തസ്സുണ്ട്. ജയ്യുടെ മുഖം നോക്കി ദിവ്യ പറഞ്ഞു. കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ ഇനി എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കാമല്ലോ അല്ലേ? അത്രയും നേരം മൗനമായിരുന്നതുകൊണ്ട് ശേഷം ജയ് ദിവ്യയ്ക്ക് മറുപടി നൽകി. ജയ് ദിവ്യയ്ക്ക് നൽകുന്ന മറുപടി എന്തായിരിക്കും? ഇതറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ കഥ കേൾക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഥ കേൾക്കാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.